വയനാടിന്റെ വാഗമൺ എന്നറിയപ്പെടുന്ന മുനീശ്വരൻ കുന്നിലെ മനോഹര കാഴ്ചകളും രാഷ്ട്രീയ വിശേഷങ്ങളുമാണ് ഇനി. ഇവിടെ സന്ദർശിക്കാനെത്തിയ സഞ്ചാരികൾ അവരുടെ രാഷ്ട്രീയ നിലപാട് പങ്കുവയ്ക്കുകയാണ്. ഫൈസൽ നെടുമ്പാല തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നാട്ടുവായ്പും നാട്ടിലെ രാഷ്ട്രീയവും തിരഞ്ഞുള്ള യാത്രയിലാണ് ഇന്ന് നമ്മളുള്ളത്. വയനാടിൻ്റെ വാഗമൺ എന്നറിയപ്പെടുന്ന മുനീശ്വരൻ കുന്നാണ്. ഇവിടെ കുറച്ച് ഫാമിലീസ് നമ്മളോടൊപ്പം ഉണ്ട്. നമ്മളോട് ഇവരോട് ചോദിച്ചു നോക്കാം, എന്താണ് ഇത്തവണത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയായിരിക്കും ചർച്ചയാവുക? തെരഞ്ഞെടുപ്പിൽ മുൻ സർക്കാർ ചെയ്ത കാര്യങ്ങൾ ആൾക്കാർ നോക്കി ചെയ്തു, അത് വോട്ട് ചെയ്യും. പിന്നെ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നത്, ഇപ്പം സാധനങ്ങൾക്കൊക്കെ വില കയറ്റവും പിന്നെ നികുതിപരമായിട്ടെല്ലാം ഇപ്പോൾ എല്ലാം സർക്കാർ കൂട്ടിയിട്ടില്ല. അപ്പോൾ ജനങ്ങളത് നോക്കി ചെയ്യും, അതുപോലെ പ്രതികരിക്കും. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. വാർഡുകളിലേക്കും പഞ്ചായത്തുകളിലേക്കൊക്കെ തെരഞ്ഞെടുപ്പ്. നമ്മുടെ നാട്ടിലെ വാർഡുകളുടെ റോഡുകളൊക്കെ പലതരത്തിലുള്ള റോഡുകൾ. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ്? അതിൻ്റെ റോഡുകളൊക്കെ നല്ല റോഡാണോ, അതോ വാർഡുകളൊക്കെ എങ്ങനെ വികസനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായ വികസനം നടക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം ചില സ്ഥലങ്ങൾക്ക് വികസനം നടക്കുന്നുണ്ട്, ചിലർക്ക് റോഡൊക്കെ മോശമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ശ്രദ്ധ എല്ലായിടത്തും എത്തുന്നുമില്ല. വിഷയങ്ങൾ പലതാണല്ലോ ഇപ്പോൾ. അപ്പോൾ ശരിക്ക് നമ്മൾ ഇലക്ഷനിലൊക്കെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ വികസനവും വിലക്കയറ്റവും സാധാരണക്കാരുടെ പ്രശ്നങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പോൾ അത് ചർച്ച ചെയ്യാതെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഇങ്ങനെ ചർച്ച കൊണ്ടുപോയിട്ട് നാടിന് പുരോഗതിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നാടിന് പുരോഗതി വേണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചർച്ച ചെയ്യണം. വികസനം, മറ്റുള്ള കാഴ്ചപ്പാടുകളൊക്കെ അതൊക്കെ ചർച്ച ചെയ്യണം. UDF, LDF, BJP, നമ്മുടെ കേരളം അങ്ങനെയാണ് രാഷ്ട്രീയം കാണുന്നത്. അപ്പോൾ ഇത്തവണ ആർക്കായിരിക്കും ഒരു മുൻതൂക്കം നിങ്ങളുടെ ഒരു കണക്കൂട്ടിലേക്ക്? എല്ലാ മുന്നണികൾക്കും വ്യക്തമായ ഒരു മുൻതൂക്കം കാണുന്നുണ്ട്. BJP ഒഴിച്ച് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും. ഇത് ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഈ സ്ഥാനാർത്ഥികളെ ക്രെഡിറ്റും ഇതിൽ ഭാഗമാവും. അവരെ മുൻ ചെയ്ത കാര്യങ്ങൾ, അതുപോലെ വികസനം, ഈ ലോക്കൽ ബോഡി എങ്ങനെയാണ് അവരെ വികസനം കൊണ്ടുവരുന്നത്, റോഡുകൾ, ചെറിയ ചെറിയ ചെക്ക് ഡാമുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ചർച്ചയാകുന്നുണ്ട്. ഇപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളെ ഈ യുവാക്കൾക്ക് പല പാർട്ടികളും പരിഗണന കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നത്, അതിലെന്താ നിങ്ങളുടെ അഭിപ്രായം? അതിൽ സത്യാവസ്ഥയൊന്നുമില്ല. കാരണം ഇപ്പം നമ്മൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ നോക്കുകയാണെങ്കിൽ പല സ്ഥലത്തും യുവാക്കൾക്ക് തന്നെയാണ് പിന്നെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഇലക്ഷൻ്റെ ഈ പോസ്റ്ററുകളും മറ്റും കണ്ടാൽ തന്നെ എവിടെ പോയാലും ചെറുപ്പക്കാർ യുവാക്കളാണ് ഇപ്രാവശ്യം അവർ ട്രെൻഡിങ് ആയിട്ട് കിടക്കുന്നത്. അത് ഒരു നല്ല കാര്യം തന്നെയാണ്. കാരണം വളർന്നു വരുന്ന തലമുറയ്ക്ക് രാഷ്ട്രീയത്തിൽ കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുക. മുനീശ്വരൻ കുന്നിലെത്തിയ വിവിധ തരത്തിലുള്ള ആളുകളെയാണ് നമ്മളിപ്പോൾ ഇന്ന് അവരുടെ ഒരു അഭിപ്രായമാണ് കേട്ടത്. എന്തായാലും വ്യത്യസ്തമായ വികസന കാര്യങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളൊക്കെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നാണ് ഇവർ പറയുന്നത്. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഫൈസൽ നെടുമ്പാല, മീഡിയ 1 വയനാട്.